അന്റെ പാർട്ടിക്കാരും മണ്ടന്മാരും വിഡ്ഢികളും പൊട്ടന്മാരും കൊഞ്ഞാണന്മാരായതുകൊണ്ടാണ് 12 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്നത്, ഇവിടെ 10 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത്. ഞാൻ സംസാരിച്ചല്ലോ, ഈ ഈ സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് വിളിക്കണോ? അതെന്ത് ഭാഷയാണ്, എന്ത് രാഷ്ട്രീയമാണ്? അയ്യപ്പദാസെ, ഇടപെടരുത് പ്ലീസ്. അങ്ങ് ഒരു സഹായം എനിക്ക് ചെയ്യണം. കാരണം വസന്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞതും ബോബൻ പറഞ്ഞ കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയണം. അയ്യപ്പദാസ് 1-2 കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നു. ഒന്ന്, ഇത് BJPയുടെ ഔദാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വസന്ത് പറഞ്ഞു. ഞാനത് കൃത്യമായി ഇത് ഔദാര്യമല്ല, ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ യഥാവിധി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന സർക്കാരാണ് ഞങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം എന്ന് ഞങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞതല്ലേ. എന്താ അയ്യപ്പദാസ് ഇടപെടാഞ്ഞ്? രണ്ടാമത്തത്, വസന്ത് പറഞ്ഞു ഒരു മന്ത്രിയുടെ മതം പറയുന്നതിലേക്ക് എത്തിച്ചു കൊടുത്തുവെന്ന്. ആരാ? ഞങ്ങളാണ് എത്തിച്ചു കൊടുത്തേ, ഞങ്ങളാ മതം എത്തിച്ചു കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ഇതേ മന്ത്രിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അത് ഹൈന്ദവ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിനെ വേശ്യാവൃത്തിയായി കാണണമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് പ്രസംഗത്തെക്കുറിച്ച് എന്തേ വസന്തം ഉണ്ടാത്ത്? എന്താ വസന്ത അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത? മൂന്നാമത്തെ കാര്യം വസന്ത് പറഞ്ഞെന്താ, BJPക്കകത്ത് ഇങ്ങനെ കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് ആ പൊട്ടന്മാരായതുകൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആ വർത്തമാനമൊക്കെ ഈ വീട്ടിൽ വെച്ചാൽ മതി എൻ്റെ വസന്തേ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പാർട്ടിക്കാരും മണ്ടന്മാരും വിഡ്ഢികളും പൊട്ടന്മാരും കൊഞ്ഞാണന്മാരായതുകൊണ്ടാണ് 12 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്നത്, ഇവിടെ 10 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെ അനാവശ്യം വിളിച്ചു പറയാനുള്ള വേദിയായി ഇത് എടുത്താൽ അതേ നാണയത്തിൽ അങ്ങ് തിരിച്ചു കിട്ടും. അതേ പൊട്ടനും കൊഞ്ഞാണനും ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതേപോലെ തന്നെ അവിടെ ഈ അഭ്യാസം നടത്തിയിട്ടും വലിച്ചു നമുക്കൊന്ന് സംയമനത്തിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്റെ ചോദ്യത്തിനും കൂടെ താങ്കൾ ഉത്തരം പറയണം. ആ സമയത്ത് താങ്കൾ വസന്തിലേക്ക് പോയത്. ഈ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണോ? അമ്മായിയപ്പൻ പരാതി ഉണ്ടെങ്കിൽ അവിടെ പറയണം, മരുമോനെ വിളിക്കണം. അയ്യപ്പദാസെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. എൻ്റെ നേതാക്കന്മാരെ പൊട്ടെന്ന് വിളിച്ചാൽ ഞാൻ മറുപടി തിരിച്ചു പറയാം, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാണ്ട് എനിക്ക് വസന്തിനോട് വേറെ വിരോധം ഉണ്ടായിട്ടില്ല. വസന്ത് അത് പറയാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം, ഇവരെ മറുപടി ഒന്ന് പറയണമല്ലോ. ഇത് പറഞ്ഞ കുറേ തെറ്റായ കാര്യങ്ങൾ ഗോപൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വസന്ത്, ഞാനൊരു കാര്യം മനസ്സിലായിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ സർക്കാർ അടക്കമുള്ള ആളുകൾ തീരുമാനമെടുത്തതിൻ്റെ പരിപൂർത്തീകരണമാണ് നടന്നത്. സാർ ഞാൻ ചോദിക്കട്ടെ, ഇതേ CPM ഒരു കാലഘട്ടത്തിൽ ഈ 5500 കോടി രൂപ നമുക്ക് ചിലവാവില്ലായിരുന്നു അയ്യപ്പദാസെ. ഇവർ പണ്ട് സമരമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നീങ്ങിപ്പോയൊരു ചരിത്രമുണ്ട് ഇതിനകത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2000 കോടി രൂപയ്ക്ക് ഭൂമി എടുക്കേണ്ട സാധനം ഇന്ന് 5500 കോടി കൊടുക്കേണ്ടി വന്നതും ഇവരുടെ കെടുകാര്യസ്ഥയും ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്തനും ഇവരുടെ രാഷ്ട്രീയ മടയത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാ ഈ കേരളം സഹിക്കേണ്ടി വന്നത്. കിഫ്ബിയിൽ നിന്ന് ഇപ്പോൾ ലോൺ എടുക്കേണ്ടി വന്നത്. ആ ലോണിന്റെ ഉത്തരവാദിത്വം നമുക്ക് കേരളത്തിന്റെ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ റോഡുകൾക്ക് PWDക്ക് ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഒരു തെറ്റ് ഗോപൻ പറഞ്ഞു. ഗോപൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നാഷണൽ ഹൈവേകൾ. അതിൽ കേരളത്തിന്റെ PWDക്ക് റോഡില്ല. അത് അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. കേരളത്തിന്റെ റോഡുകളുടെ PWDയുടെ കാര്യം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. മൂന്നാമത്തെ കാര്യം, ഞാനൊരു കാര്യം വളരെ വൃത്തിയായിട്ട് പറയട്ടെ. 5 മന്ത്രാലയങ്ങൾ കൂടുന്ന 8 പ്രൊജക്ടുകൾ അടങ്ങുന്ന 11000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഉപരിതല ഗതാഗത വകുപ്പ് കൃത്യമായി കേരളത്തിന്റെ CMനെ കാര്യം അറിയിച്ച് CMന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം പരിപാടി തീരുമാനിക്കുമ്പോൾ ആ പരിപാടി കൃത്യമായി നടപ്പിലാക്കുമ്പോൾ ആ പരിപാടിക്ക് CMന് അഭിപ്രായമുണ്ട് എങ്കിൽ മന്ത്രിയെ പങ്കെടുപ്പിക്കണമെങ്കിൽ പറയാമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ വിരോധവുമില്ല. നിങ്ങളുടെ സർക്കാർ കൃത്യമായി പറയട്ടെ, നിങ്ങളുടെ മന്ത്രി റിയാസും നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും നാഷണൽ ഹൈവേയുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഇതെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ ലാൻഡ് അക്വിസിഷൻ നാഷണൽ ഹൈവേ
തന്നെയാണ് സാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. ആ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമപരമായിട്ടാണ് അവരുടെ ആക്ട് പ്രകാരമാണ് ഭൂമി എടുക്കുന്നത്. ആ കോമ്പൻസേഷൻ കൊടുക്കുന്നത് അവർ തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വസന്ത് ഒരു കാര്യം ചോദിച്ചു, ഇതിന്റെ വീണതിന്റെ ഉത്തരവാദിത്തം വസന്തേ ഒരു സംശയവും വേണ്ട, നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. നാഷണൽ ഹൈവേ ഉത്തരവാദിത്തം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവൃത്തി നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അത് പരിഹരിച്ചതിന് ശേഷം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പരിഹരിക്കും. ആ സമയത്ത് കയ്യെഴുതിയത് ഞങ്ങൾക്കില്ല ഇതിൽ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞത് ഇതേ സർക്കാർ തന്നെയാണ്, ഇതേ സർക്കാരിന്റെ ആളുകൾ തന്നെയാണ്. കേവലം ഒരു ഓഫീസറെ കോർഡിനേറ്ററായി മാത്രം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം മരുമകനെയും വിളിക്കണോ എന്ന് ബിജെപിയുടെ സംസ്ഥാനത്തിൽ ചോദിക്കുന്ന എന്ത് ഭാഷയാണ്? മരുമകൻ അമ്മായി പരാതി ഉണ്ടെങ്കിൽ അമ്മായിയോട് പറയണം. എസ് സുരേഷ് പറയുന്നത് എന്ത് ഭാഷയാണ്? അല്ല ഞാൻ ചോദിക്കട്ടെ, പരനാറി എന്നൊന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ടില്ലല്ലോ, ആ ഭാഷയൊന്നും ബി ജെ പിയുടെ അധ്യക്ഷൻ പ്രയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഭാഷയൊക്കെ കൃത്യമായി പ്രയോഗിച്ച് എതിരാളികളോട് അനാവശ്യവും മോശവും വൃത്തിഹീനവുമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ആളുകളുടെ ആ രീതിയൊന്നും എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കിയിട്ടില്ല. ഒരു കാര്യം മനോരമ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ വികസനത്തിന് കൈപ്പിടിച്ചുയർത്തുന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ കൃത്യമായി കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടേണ്ടതാണ്. അത് യഥാവിധി സമയത്ത് വരുമ്പോൾ രാഷ്ട്രീയം നടപ്പിലാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണം. അല്ല, അതിനകത്ത് ചോദിക്കുന്നോട് ഒരു വിരോധം, അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരനോട് തെറ്റും പറ്റിയിട്ടില്ല. എന്താ മരുമകൻ എന്ന് പറഞ്ഞ തെറ്റാ? അദ്ദേഹം പറഞ്ഞത് പേഴ്സണൽ അവഹേളനാണെന്നാണ് റിയാസ് പറഞ്ഞത്. എന്താ മരുമകനായത് പേഴ്സണൽ അവഹേളനാണെന്ന്. അദ്ദേഹം PWD മന്ത്രിയാണ് എങ്കിലും സംസ്ഥാന ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പദാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെയല്ലേ? അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. എന്താ ഒരു സംശയം വേണ്ട, മകൻ എന്ന് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്റെ മകൻ തന്നെയാണ്, അമ്മ തന്നെയാണ്, അച്ഛൻ തന്നെയാണ്, മരുമകൻ തന്നെയാണ്, മരുമകൾ തന്നെയാണ്. പരനാറിയൊന്നുമല്ലല്ലോ രാജീവ് ചന്ദ്രശേഖർ വിളിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. രാഷ്ട്രീയത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അയ്യപ്പദാസ് അല്ല, എന്നിലേക്കാണല്ലോ ശ്രീ അയ്യപ്പദാസ്. എൻ്റെ അഭിപ്രായം നോക്കൂ, ഇവര് സാധാരണയായി ഞാൻ ചോദിച്ച 3 കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. ഒന്ന്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെയാണ് അവിടെ എത്തിയത്? 2, നാഷണൽ ഹൈവേ തകർന്നു വീഴുമ്പോൾ ആർക്കാണ് ഉത്തരവാദിത്തം എന്നൊന്നും ഉത്തരം പറയാൻ ഇവർ തയ്യാറല്ല. നോക്കൂ, നേരത്തെ ഈ പറയുന്ന മെട്രോ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ മെട്രോയുടെ ക്രാന്തദർശിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ ശരിയല്ല, ശരിയല്ല. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങ് ഇടപെടുകയായിരുന്നെങ്കിൽ ഈ ചർച്ചയുടെ സിംഹഭാഗവും ഭക്ഷിച്ചത് അങ്ങാണ്. എന്നിട്ട് ഞാൻ പറയാൻ മോശമാണ്. ജനം കാണുന്നുണ്ട്. ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ മെട്രോ വികസനവുമായി, മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മെട്രോ വികസനവുമായി ബന്ധപ്പെട്ട് പറയട്ടെ മിസ്റ്റർ, ഞാൻ പറയല്ലേ, ഇതെന്ത് മര്യാദയാണ്? ഈ മര്യാദയില്ലായ്മയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ടുള്ളത്. ഞാൻ അങ്ങേ കുറ്റം പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖരനല്ലേ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്? ഈ മര്യാദയില്ലായ്മയാണ് അദ്ദേഹത്തിനുള്ളത്, നിങ്ങൾക്കുള്ളത്. മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് പുതിയൊരാളെ തന്നല്ലോ, കുമ്മനം രാജശേഖരനെ കയറ്റിക്കൊണ്ടുവന്ന് നിങ്ങൾ കുമ്മനടി ഉണ്ടാക്കിയല്ലോ. അതുപോലെയാണ് ഇന്ന് ചന്ദ്രനടി ഉണ്ടായത്. ഏറ്റവും കുറഞ്ഞത് അന്ന് കുമ്മനടി ആവർത്തിച്ചതുപോലെ ഇന്ന് ചന്ദ്രനടി ഉണ്ടാക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ മരുമോൻ എന്ന് വിളിച്ചതല്ല ഇവിടെ പ്രശ്നം. നോക്കൂ, മരുമോൻ അല്ല, അത് മുൻ കേന്ദ്രമന്ത്രി പ്രോട്ടോകോളിലുണ്ടോ? ബ്ലൂ ബുക്ക് പ്രോട്ടോകോളിൽ മുൻ കേന്ദ്രമന്ത്രി PM പരിപാടിയിലുണ്ടോ? അങ്ങ് പറ. ഇല്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ട് കൂടുതൽ വർത്തമാനം നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് പ്രശ്നം. അങ്ങ് ഇടപെട്ട ഒരു പ്രശ്നമുള്ള ആളല്ലേ? പക്ഷെ എനിക്ക് കൃത്യമായി കേൾക്കാൻ പറ്റുന്നില്ല. മരുമോൻ എന്ന് വിളിക്കുന്നതിലല്ല പ്രശ്നം. എല്ലാവരും ഓരോരുത്തരുടെ മരുമക്കളാണ്. ഇപ്പൊ ഞാൻ ശ്രീ അയ്യപ്പദാസ്, ഞാൻ ഒന്ന് അവസാനിപ്പിക്കട്ടെ. ഒന്ന്, മരുമകൻ എന്ന് വിളിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അതൊരു അപമാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല.
ഇപ്പം ഞാൻ ഈ പാലാ പൈകയിലുള്ള ബിനോയ് എന്ന് പറയുന്ന ഒരാളുടെ മരുമകനാണ്. എനിക്കത് അഭിമാനമാണ്. അങ്ങ് ഒരാളുടെ മരുമകനാകാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ മരുമകൻ എന്നതിനപ്പുറത്ത് മുഹമ്മദ് റിയാസിന് കേരളത്തിൻ്റെ PWD മിനിസ്റ്റർ എന്ന് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയെ അതിലംഘിച്ചുകൊണ്ട്, അതിനെ ബഹുമാനിക്കാതെ, അതിനെ ചവിട്ടി അരച്ചുകൊണ്ട് മരുമകൻ എന്ന ആക്ഷേപ രൂപത്തിൽ പറയുമ്പോൾ ആ നിൽക്കുന്ന ആൾ അവിടെ ഏത് പ്രോട്ടോക്കോളിലാണ്, ഏത് മെറിറ്റിലാണ് അവിടെ കടന്നുകൂടിയതെന്ന് പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അതും ഈ BJP-ക്കാരുടെ പാരമ്പര്യ സ്വത്താണോ? കുമ്മനടി അവിടെ ഞങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ചന്ദ്രനടിക്കും എന്നുള്ളത് ഇവരുടെ പാരമ്പര്യ സ്വത്തായിട്ടാണ് ചെയ്തതെങ്കിൽ റൗണ്ടിന് സമയമില്ല. എങ്കിൽ പോലും 30 സെക്കൻഡ് വീതം 3 പേർക്ക് തരും. ശ്രീ ഗോപൻ, ആദ്യം താങ്കൾക്ക്. അച്ഛന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ള രാഹുലിനെ വെച്ച് മുന്നോട്ട് പോകുന്ന എനിക്കൊരു കാര്യമുള്ളൂ പറയാൻ. ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നത് അല്ല, എന്റെ സമയമല്ലേ ഇത്? അതെ ശ്രീ ഗോപൻ, എന്റെ സമയമല്ലേ? അതായത് ഈ BJP-യുടെ പ്രതിനിധി ഒരു കാര്യം വ്യക്തമാക്കിയാൽ നമുക്ക് നാളെ മുതലുള്ള കേന്ദ്ര പദ്ധതിക്ക് ഒരു തീരുമാനമാവും. കേന്ദ്ര പദ്ധതിക്ക് ഭൂമി വേണ്ടുമ്പോൾ സംസ്ഥാന സർക്കാരാണോ ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്, അതോ കേന്ദ്രം നേരിട്ട് വന്ന് ഭൂമി ഏറ്റെടുക്കുമോ? നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഭൂമി ഏറ്റെടുക്കുന്ന അദ്ദേഹം പറയുന്നത്. ഇവിടെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട ബാധ്യത സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത്. ഇനി BJP ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരായിട്ട് നടത്തിയ സമരം, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീധരൻപിള്ള സാർ ഈ എഴുതിയുണ്ടായി. ശ്രീ വി എം സുധീരൻ ഉൾപ്പെടെയുള്ള BJP-യുടെ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വയൽക്കിളി സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിനെതിരായിട്ട് ഇവർ 2 രാഷ്ട്രീയ പാർട്ടികളും കൂടി ഏകോപന സമിതി ഉണ്ടാക്കി അവിടെ സമരം നടത്തി. അവിടെ കീഴാറ്റൂർ സമരം നടത്തി, വയൽക്കിളിയുടെ സമരം നടത്തി. എന്നിട്ട് നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് കേരളത്തിൽ ഇതുപോലെ ഞങ്ങൾ കലാപം ഉണ്ടാക്കുന്നു, ഇവിടെ നാഷണൽ ഹൈവേ നടത്താൻ സമ്മതിക്കില്ലെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നാഷണൽ ഹൈവേ നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ ചേർന്നതിന്